സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബി ഓർമ്മിക്കുന്നുണ്ടോ പ്രേക്ഷകർ? ആ KV റാബിയ വിടവാങ്ങി എന്നൊരു വാർത്ത വരുന്നു. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. അപ്പോൾ ആ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. സാക്ഷരതാ പ്രവർത്തകയായ പത്മശ്രീ KV റാബിയ വിടവാങ്ങി എന്ന വാർത്തയെ അറിയിക്കുന്നു. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതാണ് KV റാബിയെ. അഷ്കറാണ് ആ വിവരം ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് KV റാബിയുടെ വിടവാങ്ങൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിൻ്റെ ആദരം. 2014 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം അവാർഡ് നേടിയിരുന്നു. അംഗവൈകല്യത്തിൻ്റെ പരിമിതികളെ മറികടന്നാണ് 1990 കേരള സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ മികച്ച പങ്കുവഹിച്ചതിലൂടെ റാബിയ പൊതുരംഗത്ത് അറിയപ്പെട്ടത്. റാബിയുടെ ആത്മകഥയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഓർമ്മിക്കണം. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന കൃതി. നമുക്കൊപ്പം അഷ്കറുണ്ട്. അഷ്കർ, എങ്ങനെയായിരുന്നു മരണം? എപ്പോഴായിരുന്നു മരണം? അരുൺ, അല്പസമയം മുമ്പാണ് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെ KV റാബിയ വിടവാങ്ങുന്നത്. അർബുദമടക്കം പല രോഗങ്ങൾ വെല്ലുവിളിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു KV റാബിയുടേത്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സാക്ഷരതാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന KV റാബിയ അങ്ങേയറ്റം പ്രശംസകൾ പിടിച്ചു പറ്റിയിരുന്നു. മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ ആദരം 2022 രാജ്യം പത്മശ്രീ നൽകി KV റാബിയ ആദരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നൊരു ജീവിതമായിരുന്നു KV റാബിയുടേത്. പക്ഷേ ആ ദുരിതങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ചലനം സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയിലൂടെ തൻ്റെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യർക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകുക, പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അതുപോലെ നിരവധി മേഖലകളിൽ സാക്ഷരതാ മിഷൻ്റെയൊക്കെ ഭാഗവുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളും പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു KV റാബിയുടെ ജീവിതം. വീൽ ചെയറിലായിരുന്നപ്പോൾ പോലും ഒരുപാട് സഹനങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ജീവിതം നയിച്ചിരുന്ന KV റാബിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഓക്കെ, റാബിയ എന്ന വാക്കിൻ്റെ അർത്ഥം വസന്തം എന്നാണത്രേ. റാബിയുടെ ജീവിതവും ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ വസന്തം തീർത്തതാണ്, അല്ലേ? റാബിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥ ഒന്ന് മാത്രം മതി. ചക്രക്കസേരയിലാണ് ഇരുന്നു പോയതെങ്കിലും അവർ ഇരിക്കുകയല്ല ചെയ്തത്, അവർ ചലിക്കുകയായിരുന്നു. ചലിച്ചുകൊണ്ട് നമ്മളെ ചലിപ്പിക്കുകയായിരുന്നു. പലപ്പോഴും പരിമിതികൾ നമുക്ക് അനുഗ്രഹവും സാധ്യതയുമാണെന്ന് തെളിയിച്ചു തരുന്നു റാബിയ. 59 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലം കൂടി റാബിയ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നു.